ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. 2024 മലയാള സിനിമയുടെ വർഷമാണെന്നും അതിൽ ഫെബ്രുവരി ഒരു ചരിത്രത്തിന്റെ ഭാഗമാവെന്നും പറഞ്ഞിരുന്നു. 2024 തുടക്കത്തിലൂടെ നേരി എന്ന സിനിമ ലാലേട്ടൻ 100 കോടി കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ വരുന്നു. അതൊരു അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷക പ്രീതി പഠിച്ച് പറ്റിയ പടമാണെങ്കിൽ കൂടി കൊമേഴ്സിലെ പടം ഒരു പരാജയം തന്നെ പറയേണ്ടി വരും. പക്ഷെ നല്ലൊരു ഫിലിമാണ്, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. എനിവേ അത് കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 1 ഇതാ പ്രേമില് വരുന്നു. പ്രേമത്തെ 50 crores കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഡെയിലി 1C വെച്ചിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി മിനിമം കളക്ഷൻ 1 CR അബവ് ഡെയിലി കളക്ഷൻ വന്ന് വരുന്നുണ്ട് പടത്തിന്. അത് വീക്കെൻഡ് പോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതലാണ്. അതിനുശേഷം വന്ന ബ്രഹ്മയുഗം അഗെയിൻ 50 crores കളക്ട് ചെയ്യാണ്. അതിനുശേഷം വന്ന മഞ്ഞുമൽ ബോയ്സ് ശക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ഫിലിമിൻ്റെ റെക്കോർഡ് എന്തായാലും മാറി മറിയുന്നത് യാതൊരു സംശയമില്ല. അപ്പം എന്തായാലും നല്ലൊരു രീതിയിലാണ് നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. 3 ഫിലിം നല്ല രീതിയിൽ കളിക്കുകയാണ്. ഏകദേശം 3 ഫിലിം നല്ല രീതിയിലാണ് കളക്ട് ചെയ്ത്. ഇപ്പം അടുത്ത മാസത്തുമ്പോൾ തങ്കമണി വരാനിരിക്കുന്നു, ആടുജീവിതം, ബാറോസ്. അങ്ങനെ ഇനി ഈ 2024 നമ്മൾ അടിത്തിമിർക്കും. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ചർച്ചകളൊക്കെ കേട്ടിരുന്നു. നസ്ലിനെ മമ്മൂക്കിയായിട്ട് കമ്പയർ ചെയ്യുന്നു, മലൈക്കോട്ടെ വാലിബനോ ബ്രഹ്മയുഗമോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടോ. എനിക്ക് വളരെ ഇത് ചെയ്യുന്നതൊക്കെ റിവ്യൂവേഴ്സിനുണ്ട്, വളരെ ഫേമസ് റിവ്യൂവേഴ്സാണ്. മലൈക്കോട്ടെ വാലിബനോ അതോ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കിയോ, അത് വിഷമം തോന്നിയൊക്കെ അവരെ പോലത്തെ ആളുകളൊക്കെ ചെയ്യുന്ന കണ്ട സമയത്ത് പല സോഷ്യൽ മീഡിയയിൽ പല ചാനലുകൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ വന്നിരുന്നു. മമ്മൂക്ക ചെയ്ത് കയറിയിട്ടില്ല, വേറിട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് മറ്റുള്ളൊരു പറഞ്ഞ കാര്യത്തിനാണ് തെറ്റ് പിടിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം പറയാം, നമ്മൾ ഏത് ഫിലിമിലൊരു ക്യാരക്ടർ മോഹൻലാൽ ചെയ്തൊരു ക്യാരക്ടർ അത് മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ ക്യാരക്ടർ ആദ്യം മമ്മൂക്കയാണ് ചെയ്യുന്നത്. നമ്മളത് ആ ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് പറ്റുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് വരും. അത് ആദ്യം ലാലേട്ടനാണ് ചെയ്യുന്നത് വെച്ചാൽ അത് ലാലേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടനെ പറ്റും. പിന്നെ മമ്മൂട്ടിയോ വേറെ നടന്മാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവുന്നില്ല, സെക്കൻഡറി ആയിട്ട്. ഇപ്പോൾ ആദ്യം ചെയ്യുന്ന ആളുകളുടെ ഫേസാണ് നമുക്കത് വരിക, അത് ഉറപ്പാണ് ഏത് ഫിലിം എടുത്താലും. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ പല റോളുകൾ കാലങ്ങളായിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊരു കമ്പാരിസണിൻ്റെ ആവശ്യമില്ല. മോഹൻലാലൊക്കെ ചെയ്യാത്ത റോളുകളില്ല. പിന്നെ ആളാ ബോഡി ശരീരം വെച്ച് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ള ചില റോളുകൾ ഒഴിച്ചിരുന്നാൽ ആളെല്ലാവരും ഇതെല്ലാ റോളുകളും ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ റോളുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയില്ലത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കൂടി എന്നാലും ആള് ഈ ഏജിൽ വരെ വൃത്തിയായി ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ മാക്സിമം കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. പിന്നെ മലൈക്കോട്ടെ വാലിബനും ബ്രഹ്മയുഗം. മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള പടം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ആ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസും പിന്നെ അത് എൻ്റെ മാർക്കറ്റിംഗ് രീതിയെ കൊണ്ട് നശിപ്പിച്ച പടമാണ്. ശരിക്കത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫിലിം തന്നെയായിരുന്നു. എൻ്റെ മേക്കിംഗ് രീതി ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല റിവ്യൂവേഴ്സ് അതിനെക്കുറിച്ച് ഭയങ്കര മോശമായി നെഗറ്റീവ് പറഞ്ഞ് ഒരു ടീം ഇവർ തന്നെയാണ് വളരെ മോശം പറഞ്ഞത്. പിന്നെ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ റിവ്യൂ കാണുന്നത് ഉണ്ണി വ്ളോഗ്സ് ഒക്കെയാണ്. ഫ്രണ്ട്സ് അവരൊക്കെ നല്ല പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അശ്വന്ത് കോക്ക് അത് പിന്നെ അങ്ങനെയാണ്. ആളുകൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല പടങ്ങൾ ഇഷ്ടപ്പെടാറുമില്ല. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൊറോണ ദവാൻ എന്നുള്ള പടമൊക്കെ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ ആളാണ്. ഭീഷ്മപർവം പൊട്ടപടാന്ന് പറഞ്ഞ ആള്. പക്ഷെ ഇൻഡസ്ട്രിയിൽ മമ്മൂക്കി കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായിരുന്നത് ഹൃദയം. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം അത് നോക്കണ്ട, ആള് ടേസ്റ്റ് വേറെയാണ്. പക്ഷെ അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആളെ കഴിവ് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റും. അപ്പം അത് അങ്ങനത്തെ കമ്പാരിസൺസ് ഒക്കെ ഒഴിവാക്കുക. മമ്മൂക്ക, മോഹൻലാൽ, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ വേറൊരു മേക്കിംഗ് മൂവി തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പടം എടുക്കാൻ ഇത് രാഹുൽ കാണിച്ച ധൈര്യം തന്നെയാണ് ഏറ്റവും വലിയ. ഇതൊരു ഡയറക്ടർ മൂവി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ മമ്മൂട്ടി എന്നൊരു മഹാനടൻ്റെ അഴിഞ്ഞാട്ടുണ്ടായില്, സിദ്ധാർത്ഥ് ഭരത്, മറ്റേ അശ്വതി ശശിവകൻ്റെ മകൻ അർജുന അശോകൻ, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിന് പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസും ഉണ്ടാകുന്ന പടങ്ങൾ ഭൂതകാലൊക്കെ എടുത്തറിയാം. സ്പേസ് ആൾ കൊടുത്തിട്ട് ചെയ്യുള്ളത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഫസ്റ്റ് FDFs കണ്ടിട്ട് വീഡിയോ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കണ്ടുപിടുത്തൽ സബ്ജക്റ്റൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഈ കാലഘട്ടം അഡ്വാൻറ്റേജ് വെച്ചിട്ട് നല്ല രീതിയിൽ മേക്ക് ചെയ്യുക. BGM ഒക്കെ അത് ചെയ്ത് രാഹുലിനെ പറ്റി നല്ല മൂവിയാണ്. അപ്പോൾ അത് രണ്ട് ജോണറിൽ വരുന്നത്. എന്തിനാണ് വെറുതെ കമ്പയർ ചെയ്ത് ചേട്ടാ? അപ്പം അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അതിൻ്റെതല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അതിന് വേറൊരു സംഭവമാണ് നസ്ലിൻ മമ്മൂക്കയുടെ ഒപ്പം പോക്കുരായ പടത്തിന് മറ്റേ അതിൻ്റെ സെറ്റിൽ നസ്ലിൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സീനൊക്കെ അടിക്കുന്നുണ്ട്.
അപ്പോൾ പടത്തിൽ മമ്മൂക്കയുടെ ഒപ്പം കട്ടയ്ക്ക് ഈ ഓപ്പണായിട്ട് പറഞ്ഞ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ വീക്കെൻഡിലൊക്കെ നല്ല ആളുകൾ പടത്തിലുണ്ടെങ്കിൽ കൂടി ഫസ്റ്റ് സെക്കൻഡ് ബാറ്റുള്ള ഷോകളൊക്കെ വായ ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ പ്രേമലൊക്കെ എല്ലാ ഷോയ്ക്കും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻസ് എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഇത് ആ ഒരു ജോണറിലുള്ള പടമാണ്, അത് യൂത്തൊക്കെ ആഘോഷിക്കുന്ന ഒരു ഫിലിമാണ്. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് ചിരിച്ച് കാര്യങ്ങളൊക്കെ, അത് ഒരു എൻ്റർടൈൻമെൻ്റാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ഫിലിം ബ്രഹ്മയുഗം കാണാൻ പോകുമ്പോൾ എന്തായാലും ആ ഫീലിൽ പോയില്ല, ഫാമിലി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കയറുള്ളൂ. അപ്പോൾ രണ്ട് ജോണറിലുള്ള ഫിലിമാണ്. അത് വെച്ചിട്ട് നസ്ലീൻ ഇന്നലെ വന്ന പയ്യനും ലെജൻഡറി തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കളക്ഷന്റെ കാര്യത്തിലും അഭിനയത്തിലും എന്നൊക്കെ പറയണം, യുദ്ധം കൃതം എന്നൊക്കെ പറഞ്ഞു. വളരെ അതിന് കയറ്റി പിടിക്കാൻ കുറെ വള്ളി സോഷ്യൽ മീഡിയ ചാനൽസ്, അതിൻ്റെ ഇടയിൽ കമന്റുകൾ കുറെ ബോധമില്ലാത്ത മലയാളികളുണ്ട് സത്യം. അപ്പൊ അതൊരു എനിക്കിതൊക്കെ കാണുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലാലേട്ടന് നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, മമ്മൂക്കൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. നസ്ലിനൊക്കെ നല്ല കഴിവുള്ള നടനാണ്, നന്നായി ചെയ്യുന്നതാണ്. പടങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതാണ് നസ്ലിൻ മാത്യു, എല്ലാ ടീമും. മോഹൻലാലും മമ്മൂക്കൊക്കെ ആയിട്ട് എന്തിനത് കമ്പയർ ചെയ്യുന്നത്? അവ രണ്ട് ഡിഫറെന്റ് ജോണറിലുള്ള പടമാണ്. അപ്പൊ അതാ രീതിയിലൊക്കെ എടുക്കുള്ളൂ. ഈ ബ്രഹ്മയുഗം എന്നുള്ള പടം വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കയറുന്നതിലൊക്കെ ഒരു പരിധി വരെ കുറവുണ്ടാവുള്ളൂ. നമുക്ക് ഫാൻസ് അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് അത്യാവശ്യം ഇത് ഫിലിം ആസ്വദിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ ഇനി കയറുള്ളൂ. പിന്നെ ഒരു ആ രീതിയിലേക്ക് ഇനി മേക്കിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. മറ്റേന്ന് വെച്ചൊരു ആഘോഷം മൂവിയാണ്. അപ്പൊ രണ്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് കമ്പയർ ചെയ്യല്ലേ മക്കളെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും വളരെ സന്തോഷമാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ ഗ്രോ ചെയ്യാണ്. ഈ വർഷം നമുക്ക് ഒരു 6-7 ഹിറ്റൊക്കെ നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതിൽ തെറ്റോ ശരിയോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മുകേഷ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.